ഹലോ ഫാം, അങ്ങനെ ട്രേഡേഴ്സ് കാർണിവലിന്റെ മറ്റൊരു എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എഡിഷന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഇൻവൈറ്റഡ് ആണ്. നിങ്ങൾ കണ്ടതുപോലെ കഴിഞ്ഞ ട്രേഡേഴ്സ് കാർണിവലിൽ നമ്മൾ ഇൻവൈറ്റഡ് ആയിരുന്നു. ഈ ട്രേഡേഴ്സ് കാർണിവലിലും ഇൻവൈറ്റഡ് ആകാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജിൽ ലൈവ് ട്രേഡ് ചെയ്യുന്ന ആളായിട്ടും അതുപോലെ തന്നെ ഒരു സ്പീക്കർ ആയിട്ടും നമ്മൾ ഇൻവൈറ്റഡ് ആണ്. അപ്പോൾ ഇത് 15ാമത്തെ എഡിഷൻ ആണ് ട്രേഡേഴ്സ് കാർണിവലിന്റെ. ഇത്തവണ നടക്കുന്നത് ഹൈദരാബാദ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ പാർക്ക് ഹയാത്ത് ഹോട്ടലിലാണ്. അതിഭീകര സെറ്റപ്പാണ് എപ്പോഴത്തെ പോലും ഇവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തവണത്തെ എഡിഷന് കുറച്ചുകൂടി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ട്രേഡേഴ്സിനെയാണ് ഇത്തവണ ഇവർ വിളിച്ചിട്ടുള്ളത്. പേരെടുത്ത് പറയുകയാണെങ്കിൽ പവർ ഓഫ് സ്റ്റോക്സിലെ സുഭാഷ് ഇഷ്പാനി വന്നിട്ടുണ്ട്, നിഫ്റ്റി ബിഎല്ലിലെ ശ്രേയസ് ബന്തി ഉണ്ട്, പിന്നെ ബാക്കി എല്ലാ ടോപ്പ് ആൾക്കാരും സ്ഥിരമുള്ള പോലെ അസിത് പതിബരൻ വന്നിട്ടുണ്ട്, വിജയ് താക്കറെ വന്നിട്ടുണ്ട്, വിശാൽ മെഹ്ത വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പേരുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ആദ്യത്തെ ദിവസം ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് ലൈവ് ട്രേഡിംഗ്, എക്സ്പയറിയുടെ ലൈവ് ട്രേഡിംഗ് ഇവന്റ് ആണ്. ഞാൻ സ്റ്റേജിൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാവും. മണി കൺട്രോളിൽ നിങ്ങൾ കുറെ പേര് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 2 ദിവസമായിട്ട് സ്പീക്കിംഗ് ഇവന്റ്സ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കാണാം. അപ്പോൾ അങ്ങനെ മറ്റൊരു ട്രേഡേഴ്സ് കാർണിവലിന്റെ ലൈവ് ട്രേഡിംഗ് ഇവന്റും സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനിടയിൽ കട്ട്സും ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ട്രേഡ് ചെയ്യുന്നതിന്റെയും കാര്യങ്ങൾ നടക്കുന്നതിന്റെയും നിയർലി 2 ലക്ഷം രൂപ ഉണ്ടാക്കിയതിന്റെ ക്ലിപ്സ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്ക് ക്യാമറ കൊണ്ട് ഇങ്ങനെ വരാം, അതിനിടയിൽ സംസാരിച്ച് നല്ല രസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് തന്നെ ശരിയായി അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റൈൽ അറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിയർലി 2% വീണു. 18,000 താഴെ നിഫ്റ്റി എന്തായാലും എക്സ്പയർ ആകുമെന്ന് വിചാരിച്ചല്ല. അവിടെയാണ് 17,900 താഴെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി 3.5% വീണത്. അപ്പോൾ അത് ഭീകരമായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതിനിടയിൽ എൻ്റെ പൊസിഷൻസ് മാനേജ് ചെയ്യൽ വളരെ വളരെ അധികം അതിലായിരുന്നു മുഴുവൻ ശ്രദ്ധയുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നല്ല ലാഭത്തിലുണ്ടായിരുന്നു, പിന്നെ നഷ്ടത്തിലേക്ക് പോയി, പിന്നെയും ലാഭത്തിലേക്ക് പോയി, പിന്നെയും നഷ്ടത്തിലേക്ക് പോയി. അപ്പോൾ അതിശക്തമായിട്ട് ഫയർ ഫൈറ്റ് ചെയ്ത് പൊസിഷൻസ് മാനേജ് ചെയ്തിട്ടാണ് അവസാനം ലാഭത്തിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പോലെയാണ്. മാർക്കറ്റ് വരുന്നതിനനുസരിച്ച്, ബോൾ വരുന്നതിനനുസരിച്ചാണ് നമുക്ക് കളിക്കാൻ പറ്റുക. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴത്തെ പോലെയും ലാഭകരമായി പുറത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റായി, കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത 2 ദിവസം കൂടി കാർണിവൽ ഉണ്ട്. എല്ലാ സ്പീക്കേഴ്സിനെയും, അപ്പോൾ സ്റ്റേജിൽ ട്രേഡ് ചെയ്ത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാ സ്പീക്കേഴ്സിൻ്റെയും അവരുടേതായ സെഷൻ ഉണ്ടാകും, അവരുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റി. അതുപോലെ എൻ്റെ സെഷനും ഉണ്ട്. എൻ്റെ സെഷൻ നാളെ തന്നെയാണ്. സോ ലുക്കിംഗ് ഫോർവേഡ്. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും അതിശക്തമായി ഒന്ന് അടിച്ചു പൊളിക്കണം. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഡേ 2 ആയിട്ടുണ്ട്. ഇന്നലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും സമയം കുറച്ച് വൈകി, രാവിലെ തന്നെ സെഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ 2യുടെ അജണ്ട എന്ന് പറയുന്നത് തന്നെ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഡേ 2ന്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ എല്ലാ സ്പീക്കേഴ്സിന്റെയും, സെഷനിൽ വന്നിരിക്കുന്ന എല്ലാ സ്പീക്കേഴ്സിന്റെയും അവരുടെ സ്പീച്ചസും കീനോട്ട്സും അഡ്രസ്സസുമാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നാളെയുമായിട്ടാണ് ബാക്കി ഉള്ളത്. എന്റെ സെഷനും ഇന്ന് തന്നെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ പവർ ഓഫ് സ്റ്റോക്സ് സുഭാഷ് ഇഷ്പാനിയുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊന്നും എനിക്ക് മിസ്സായിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അത് ബാക്കി കേൾക്കണം. നല്ല മനുഷ്യനാണ് കേട്ടോ സുഭാഷ് ഇഷ്പാനി, അടിപൊളിയാണ്. പുള്ളിയുടെ കൺവിക്ഷൻ ഒക്കെ വളരെ സൂപ്പറാണ്. മാർക്കറ്റിന്റെ പുറത്ത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കൺവിക്ഷൻ വെച്ചിട്ട് നേരെ ഒരു ട്രേഡിൽ കയറുന്ന വേറൊരു മോഡലാണ്. നമ്മൾ കൺസർവേറ്റീവ് ട്രേഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരാളാണ്. അപ്പൊ എന്തായാലും പുള്ളിയുടെ സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മറ്റു സെഷൻസ് ഉണ്ട്, അതിനിടയിൽ എന്റെ സെഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്, പെട്ടെന്ന് തിരക്കിലാണ്. അപ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സുഭാഷിന്റെ സെഷൻ ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറണം. അപ്പോൾ അജയ് അകത്ത് ഓൾറെഡി വന്നിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അജയനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. വാ, നമുക്കൊന്ന് കയറി നോക്കാം. യെസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ സുഭാഷിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും വളരെ നല്ല സെഷൻ ആയിരുന്നിട്ടുണ്ടാവും. അജി ഇരിക്കുന്നു, അതിന് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അജയ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അജയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് സെഷനിൽ സംസാരിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അജയ് വീഡിയോ ഹൈ പറഞ്ഞു. അപ്പൊ ഇനി എന്തായാലും ഈ സെഷൻ ഒന്ന് കേൾക്കട്ടെ. അതിനുശേഷം ഇന്നത്തെ ദിവസം പ്രോപ്പർലി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മറ്റ് ഓരോ സ്പീക്കേഴ്സിനെ കാണിക്കാനും സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ സെഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. അതൊന്ന് കേൾക്കട്ടെ. Hi Traders Carnival. I'm not going to talk about Nifty, Bank Nifty, trading, premiums, Greeks. No. It's only about who you are, why you exist, why you spend your time on the earth, and what you do at the end of the day. Right? So what are you in the market for? Answers please. Yeah, to make profit? But a larger question is, how much profit do you want? So I asked myself a question, Sharik, where are you sure that Nifty will not go up till by expiry? Where are you sure that Nifty will not go? So if Tuesday morning is a crazy opening, you're not sure about the market stability, I wait till Tuesday afternoon. Even if there is no stability in the market, I wait. I enter on a Wednesday morning. Even if I enter on a Thursday morning, I can make 1%. We all know that, right? I made 1% yesterday. So I enter on a Tuesday morning so that I can make higher returns and also I can mitigate risks if something happens, if something can happen on a Thursday. There's a huge online audience from Kerala. അപ്പോൾ എല്ലാവർക്കും അതിശക്തം. സോ വന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സാറിന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയുന്നുള്ളൂ. 1% ഉണ്ടാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും പൊളിക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദാറ്റ്. നമ്മുടെ 1% ക്ലബ് അതിശക്തം. യെസ്, അപ്പോൾ എൻ്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ പോലെ തന്നെ മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ തരാൻ പറ്റുന്നതല്ല. കുറേ പേര് ഓൺലൈനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ കണ്ടിട്ടുണ്ട് എന്ന് ഇവിടെ ഓർഗനൈസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ അവിടെ ലൈവ് സെഷൻ്റെ ഇടയിലും ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴത്തെ പോലെ നമ്മുടെ വീക്ക്ലി ഇൻഡെക്സ് ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റിയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ 1% ക്ലബ് അല്ലേ, നമ്മുടെ അതിശക്തമായിട്ടുള്ള 1% ക്ലബിനെ പറ്റി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരെല്ലാവരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് യു ഓൾവേസ് സേ റൈറ്റ്, ആ ഒരു 1% എല്ലാ ആഴ്ചയും പിടിച്ച് പോയാൽ തന്നെ നമുക്ക് ലോങ് ടേമിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താമെന്നുള്ളതൊക്കെ എന്താണോ ചെയ്യുന്നത് അതൊക്കെ അതുപോലെ കാണിച്ച് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹൈലി അപ്രീഷിയേറ്റഡ് ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി സെഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സെഷനിൽ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കുറെ പേര് സംസാരിക്കാൻ വന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോൺടാക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞ തവണ നടന്ന പോലെ എപ്പോഴും ട്രേഡേഴ്സ് കാർണിവൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രാൻഡ് ഫോട്ടോ സെഷൻ നടക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ്, അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാണ്. കൂടുതൽ വിശേഷങ്ങൾ മുന്നിലേക്ക് പറയാം. ട്രേഡേഴ്സ് കാർണിവലിലെ മലയാളി സാന്നിധ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി പറയപ്പെടലുണ്ട് ട്രേഡിങ്ങിലും ഷെയർ മാർക്കറ്റിലൊക്കെ നോർത്ത് ഇന്ത്യൻസും മറാഠികളും എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഉണ്ടാകലുണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രേഡേഴ്സ് കാർണിവൽ വന്നപ്പോൾ ഇൻഫാക്ട് വിരല് 1-2 മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നോക്കി നമ്മുടെ കമ്മ്യൂണിറ്റി ഭീകരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാൻ. എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ്. എൻ്റെ പേര് ഹരിത. ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിൽ ചെയ്യുന്നു, സ്റ്റോക്സിലും മാത്രം. റൈറ്റ്, യെസ്. അപ്പൊ അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈൽസ് ഉണ്ട്. കുറെ ഇൻഫാക്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിനൊക്കെ പറയണമെങ്കിൽ അതിഭീകര ബയേഴ്സ്, ഓപ്ഷൻ ബയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും. അത് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമാണ്. റൈറ്റ്, കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ പേര് ശ്രുതി. ഞാൻ ഓപ്ഷൻ ബൈയിങ് ആണ് കൂടുതലും ചെയ്യാറ്, വല്ലപ്പോഴും സെല്ലിങ്ങും ചെയ്യാറുണ്ട്. റൈറ്റ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ബ്രേക്ക്ഔട്ട് അറ്റൻഡ് ചെയ്തതാണ് ഓപ്ഷൻ സെല്ലിംഗ്. എന്നിട്ട് ഇപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൽ ഇൻഫാക്ട് ഷീ ഫൗണ്ട് എ പ്ലേസ് ഇൻ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയാൻ പറ്റും അല്ലേ. അമേസിംഗ്. റൈറ്റ്, എൻ്റെ പേര് മനേഷ്. ഞാൻ ഓപ്ഷൻ സെല്ലറാണ്. നൈസ്, അത് ശക്തം. അഭിരാജ്, പാർട്ട് ടൈം ആയിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നത്. അതെ. എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ ഓപ്ഷൻ ബൈക്കും സെല്ലിംഗ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റിയിലാണ് ചെയ്യാറ്. റൈറ്റ്, ഇദ്ദേഹത്തെയൊക്കെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓപ്ഷൻ ബൈങ്ങിന്റെ ഒക്കെ വലിയ കഥകൾ പറയേണ്ടതുണ്ട്. റൈറ്റ്. എൻ്റെ പേര് ജമീൽ. ഞാൻ ഓപ്ഷൻ ബയറാണ്. ആശാനാണ് പഠിപ്പിച്ചത്. അതെ അതെ, ഇതാ നമുക്കൊരു പുതുമുഖം എവിടെ ഉണ്ട് പരിചയപ്പെടേണ്ടിയിരിക്കുന്നത്. എൻ്റെ പേര് അജയ് അജിത്ത്. ഞാൻ മാർക്കറ്റിൽ എല്ലാം ചെയ്യാറുണ്ട്. ഓപ്ഷൻ സെല്ലിംഗ്, ബൈയിങ്, ഫ്യൂച്ചേഴ്സ്, ഇൻട്രാഡേ എല്ലാം ചെയ്യാറ്. എല്ലാം ഓടും അജയ് അജിത്തിന്റെ അടുത്തുനിന്ന്. റൈറ്റ്, യെസ്, സ്പെഷ്യൽ ആളാണ്.
എൻ്റെ പേര് ജോർഡി. ഞാനൊരു സ്റ്റോക്ക് പിക്കറാണ്. ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡിങ്ങും പുതിയ പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷാരിഖിന്റെ വീഡിയോസ് ഒരാഴ്ചയായിട്ട് ഫുള്ളിരുന്ന് ടച്ചിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിക്കുമായിരുന്നു. ഞാൻ പറയലുണ്ട്, എത്രയൊക്കെ F&O ട്രേഡിംഗ് എന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് വാല്യൂ പിക്സും ലോങ് ടേം പോർട്ട്ഫോളിയോ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അബ്സല്യൂട്ട്ലി അമേസിംഗ്. റൈറ്റ്. ഞാൻ പ്രസാദ്, പാർട്ട് ടൈമായിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലേറ്റ് ബിഗിനർ, പഠിച്ചു വരുന്നു. അതെ അതെ, ഓൾ ദ ബെസ്റ്റ്. റൈറ്റ്. അപ്പോൾ അതാ പറയുന്നത്, അതായത് കാര്യങ്ങൾ മാറി വരികയാണ്. കേരളത്തിൽ എത്ര വലിയൊരു ചേഞ്ചാണ് വരുന്നതെന്നൊക്കെ ഇതുപോലൊരു ഇവന്റിൽ വരുമ്പോൾ കാണാൻ പറ്റും. ആകെ വന്നിരിക്കുന്നത് എനിക്കറിയില്ല, ഒരു 150-200 പേരുണ്ടാവും. അതിൽ എത്ര 20-ൽ പരം മലയാളികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പവർ മനസ്സിലാക്കണം അല്ലേ. സോ തിങ്സ് ആർ ഡെഫിനറ്റ്ലി ചേഞ്ചിങ്. നിങ്ങൾ ആ ഒരു വിപ്ലവത്തിന്റെ റെവല്യൂഷന്റെ ഭാഗമാണ് എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്നുള്ള, എന്നാലും അത് അതിശക്തമാണ്. റൈറ്റ്. അപ്പോൾ എന്നാലും നോക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. യെസ്. അപ്പൊ എപ്പോഴത്തെ പോലെയും അതിശക്തമായ ഒരു റൂം തന്നെയാണ് ട്രേഡേഴ്സ് കാർണിവലിൽ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു സ്വീറ്റ് റൂമാണ്. നമ്മൾ അതിന്റെ ഹോളിലാണ് ഇരിക്കുന്നത്. അകത്ത് ഡൈനിങ് റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, അതുപോലെ അതിഭീകരമായിട്ടുള്ള ഒരു ബെഡ്റൂം ഒക്കെ അകത്തുണ്ട്. ഇൻഫാക്ട് 2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേയിന്റെ കാര്യങ്ങളുള്ളത്. പക്ഷെ കാണുമ്പോൾ എല്ലാം അടിപൊളിയാണെങ്കിലും ഇവിടെ വരാനോ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനോ ചില്ല് ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് ഷോ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നലെയും സ്റ്റോക്ക് മാർക്കറ്റ് ഷോ ഇവിടെ നിന്നിട്ട് തന്നെ നടത്തിയത്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കുറച്ച് ടൈം മാത്രമേ റൂമിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾ കണ്ടതുപോലെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതിനിടയിലെല്ലാം ഭയങ്കരമായിട്ടുള്ള പവർ തരുന്നത് നേരത്തെ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൽ നിന്ന് അത്ര പേര് വന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര പേര് വന്നു എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ബ്രേക്ക് ഔട്ട് അറ്റൻഡ് ചെയ്ത കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് നോക്കുമ്പോൾ പലരും പറയും കേരളത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന്. എന്നാൽ അത് ഈ ഒരു സ്കെയിൽ വരെ എത്തിയെന്ന് കാണുമ്പോൾ ശരിക്കും അത് എനിക്ക് തരുന്ന ഒരു ഫുൾഫിൽമെന്റ് എന്താണ്, എനിക്ക് തരുന്ന പവർ എന്താണെന്നുള്ളതൊക്കെ വളരെ മേജറാണ്. പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നതാണല്ലേ എവിടുന്ന് എത്ര എനർജി കിട്ടുന്നതെന്ന്. ഇതൊക്കെ തന്നെയാണ് എനർജി അല്ലേ. അവൻ നമ്മളിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിച്ച് ട്രേഡിംഗ് മനസ്സിലാക്കി ഇന്ന് അതിഭീകരമായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ് നേരത്തെ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മുടെ അതിശക്തം കമ്മ്യൂണിറ്റിയുടെ അതിശക്തത്തെക്കാൾ അതിശക്തമാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ആ ഒരു പവർ തീർച്ചയായിട്ടും വരും. അപ്പൊ ഇനി പറയുകയാണെങ്കിൽ ഇതാ ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് ഷോ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. എന്നാലെന്താ ഇനി താഴേക്ക് പോകണം. നെറ്റ്വർക്കിംഗ് ഡിന്നറും പരിപാടികളും ഉണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഓരോരുത്തരെയും മറ്റ് സ്പീക്കേഴ്സിനെയും കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ചെറിയ ചെറിയ ഇന്റർവ്യൂസ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇനി മുന്നിലേക്കുള്ള പ്ലാൻ. അപ്പൊ അങ്ങനെ 3ാമത്തെ ദിവസവും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏതാണ്ടാ എല്ലാം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒരു ഭീകരമായ 3 ദിവസം ഫുൾ ഇവന്റ് നടന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്ന് 3rd ഡേ ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓരോരുത്തരടുത്ത് പോയിട്ട് അവരുടെ ചെറിയ ചെറിയ ടോക്സ് എടുക്കാനും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മേജർ ട്രേഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ചിലരൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, മേജർ ലെജൻഡറി ട്രേഡേഴ്സ് ആണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിരുന്ന് കുറെ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണുള്ളത്. ഇന്റർവ്യൂ എടുത്തതെല്ലാം നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈവന്റിന്റെ ഫുൾ ഒരു ഹൈലൈറ്റ്സ് പോലെയും അതും ഇംഗ്ലീഷ് ചാനലിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലോഗ് എന്തായാലും ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ സമയം വൈകിട്ടുണ്ട്. അപ്പോൾ ഓടെയാണ്, കുറച്ച് തിരക്കിലാണ്. മുഴുവൻ തിരക്കിൽ തന്നെയായിരുന്നു ഈ ഒരു തവണത്തെ ട്രേഡേഴ്സ് കാർണിവൽ ഉള്ളത്. എന്തായാലും സൂപ്പർ ഹാപ്പി. യെറ്റ് അനദർ ട്രേഡേഴ്സ് കാർണിവൽ അടിപൊളിയായിട്ട് പോയി. അത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ഇവിടെ വരുന്നുള്ള എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ അത്രയും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാനും അവരുടെ പലരുടെയും വ്യൂസ് കാണാനും കുറേയധികം ഗ്രോ പേഴ്സണലി അല്ലെ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ ഇത്തവണ വന്നപ്പോൾ നമ്മുടെ മലയാളം ആ ഒരു നമ്മുടെ കേരള കമ്മ്യൂണിറ്റിനെ കണ്ടതുമൊക്കെ അടിപൊളി തന്നെയായിരുന്നു. സോ എനിവേസ് പെട്ടെന്നൊന്ന് എയർപോർട്ടിൽ പോകേണ്ടതുണ്ട്. അവിടെ എത്തിയിട്ട് എന്തായാലും ഒരു ഔട്ട്റോ എടുക്കേണ്ടതുണ്ടല്ലോ, അതെന്തായാലും അവിടെ നിന്ന് ചെയ്യാം. യെസ്, അപ്പോ എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ അവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചെത്തിയതാണ്.
കൊച്ചി എയർപോർട്ടിൽ എത്തി. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡേഴ്സ് കാർണിവൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ട്രേഡേഴ്സ് കാർണിവൽ കഴിഞ്ഞിട്ട് വളരെ വിശദമായിട്ട് ഇരുന്ന് നല്ലൊരു സംസാരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിലും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു തവണത്തെ വലിയൊരു ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ നമ്മൾ ട്രേഡേഴ്സ് കാർണിവൽ പോയപ്പോൾ മേജറായിട്ടുള്ള സംഭവം കൺവേ ചെയ്ത് മലയാളികളൊന്നും അവിടെ ഒരിക്കലും ഇല്ല. ഈ ഗുജറാത്തികളും മാർവാടികളും ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു പ്രസൻസ് ഫീൽ ആക്കാൻ പറ്റി. അവിടെ പോയിട്ട് ലൈവ് ട്രേഡ് ചെയ്ത് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ, അതുപോലെ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലും സ്ട്രാറ്റജിയും പറയുകയും ആ ഒരു സ്ട്രാറ്റജി വാലിഡേറ്റ് ആവുകയും ഞാൻ ചെയ്യുന്ന ആ ഒരു സ്റ്റൈല് അതിഭീകരമായിട്ട് കഴിഞ്ഞ തവണ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ കിട്ടിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും അതെല്ലാം അതുപോലെ തന്നെ നടന്നിട്ടുണ്ടായി. നമ്മൾ പിന്നെയും ഇൻവൈറ്റ് ആയി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. ഇൻവൈറ്റ് ആയി അവിടെ ചെന്നിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ദിവസം പിന്നെയും ലൈവ് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റി. നമ്മുടെ സെഷൻ അതിശക്തമായിട്ട് പിന്നെയും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഓരോ വർഷവും പുതിയ അറ്റൻഡ് ചെയ്യാനായിട്ട് പുതിയ പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ തവണ അത് നടന്നു, ഇത്തവണയും അത് അതിശക്തമായി തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞത്, ഇത്തവണ ഞാൻ മാത്രമായിരുന്നില്ല അവിടുത്തെ മലയാളി സാന്നിധ്യം എന്നുള്ളതാണ്. നമ്മളവിടെ കണ്ടതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പലരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത തന്നെ പല മലയാളികളും പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയതായിട്ട് കണ്ടത് വളരെ വളരെ വലിയൊരു മാറ്റം നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറേയധികം സന്തോഷം തന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെന്താ, എല്ലാം നിങ്ങൾ കണ്ടതാണ്. മുന്നിലേക്കും ഇനിയും ട്രേഡേഴ്സ് കാണിവലുകൾ ഉണ്ടാകും, അതിന്റെ ഭാഗമാകാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനിടയിൽ എനിക്കൊരു വലിയൊരു കാര്യം അവസാനമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞതാണ്, ട്രേഡ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് പഠിച്ചു, ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ശരിക്കും റിയൽ ലൈഫിൽ നല്ലൊരു ട്രേഡർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ എന്ന്. അപ്പോൾ കാരണം ഇവിടെ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന പോലെ ലെജൻഡറി ട്രേഡേഴ്സാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി എന്നുള്ളത് അവർക്കും വലിയൊരു വാല്യൂ ആഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെ പറയാണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്ത് അറിയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എന്താണ് ട്രേഡിംഗ് എന്ന് പഠിക്കാനുള്ള വീഡിയോ ഒക്കെ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും മേ ബി ഈ ഒരു ഡൊമൈനിൽ തന്നെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ കാണുന്നത് എന്തായാലും പോവുകയാണ്. വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.